ഹായ്, ഞാനിപ്പോൾ തിരുനെൽവേലിയിലാണ്. സത്യം പറഞ്ഞാൽ ഒന്നും മനസ്സിലാവുന്നില്ല. എന്നുവെച്ചാൽ ഈ എന്താ പറയുക, പണ്ടുള്ള ആളുകളൊക്കെ പറഞ്ഞ സത്യം കേട്ടോ. എന്നുവെച്ചാൽ നമുക്ക് ഈ കഷ്ടകാലമാണെങ്കിൽ നമുക്ക് ഈ വണ്ടി വിളിച്ച് വരുന്ന പറഞ്ഞ സത്യമാണ്. ഒന്ന് ആലോചിച്ച് നോക്കി. ആദ്യം എൻ്റെ കാലിങ്ങനെ മുറിഞ്ഞ് പിന്നെ പഴുത്ത് ആകെ സീനായി. അതിനുശേഷം ഒരു കടയിൽ കയറിയപ്പോൾ ഇങ്ങനെ ടീഷർട്ട് ഇടാൻ വേണ്ടി ഇങ്ങനെ കൈ ഇങ്ങനെ പൊക്കിയതാണ്. അപ്പോൾ ഫാനിൽ കൊണ്ടു. അപ്പോൾ എൻ്റെ കൈക്ക് ഇങ്ങനെ പൊട്ടലുണ്ടായി. എക്സ്റേ എടുത്തപ്പോൾ പൊട്ടലുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ ഇന്നലെ എൻ്റെ ബാങ്ക് പോയി. പിന്നെ പവർ ബാങ്ക് കംപ്ലൈൻ്റ് ആയി. 1 year വാറൻറ്റി കിട്ടുന്നത് പറഞ്ഞ പവർ ബാങ്കാണ്, അത് കംപ്ലൈൻ്റ് ആയി. ഇപ്പോൾ ഇന്നലെ എൻ്റെ ബാഗ് മിസ്സായി. ആരണ്ട് എടുത്തുകൊണ്ട് അതൊക്കെ ആരും എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്നെ സംഭവിക്കണേന്ന്. ഒരു അണ്ണനും വന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടി ഇന്നലെ എൻ്റെ വീഡിയോ കണ്ടവർക്കാണെങ്കിൽ അറിയായിരിക്കും. ഞാൻ ഇങ്ങനെ വീഡിയോ എടുത്തപ്പോൾ ഞാൻ ഇങ്ങനെ ബാഗിന് ഒരു ചെറിയ ബാഗ് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല, അത് കണ്ടുണ്ടാവുമായിരിക്കും. അപ്പോൾ അതിങ്ങനെ താഴെ ഇങ്ങനെ വെച്ചപ്പോൾ ഇങ്ങനെ വെച്ചപ്പോൾ ഒരു അണ്ണൻ എൻ്റെ അടുത്തേക്ക് ഞാൻ 10 രൂപ ചോദിച്ചിങ്ങനെ വന്നു. അപ്പോൾ ഞാനപ്പോൾ ഇങ്ങനെ മാറി. അപ്പോൾ ഞാൻ ആ സമയത്ത് ഞാൻ ആ ബാഗിൻ്റെ കാര്യം വിട്ടു. അപ്പോൾ അണ്ണൻ എൻ്റെ അടുത്തേക്ക് പിന്നെയും വന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ മാറിപ്പോയി. അപ്പോൾ ആ ടൈമിൽ അത് ആരാണ്ട് എടുത്തുകൊണ്ട് എനിക്ക് തോന്നണം അവിടെ ആ അണ്ണൻ്റെ അടുത്ത് ഒരു പയ്യൻ നിൽക്കുന്നുണ്ടായിരുന്നു. എനിക്ക് തോന്നണം ആ പയ്യനാണ്. എനിക്ക് ഡൗട്ടുണ്ട് എങ്ങനെ, പക്ഷെ നമുക്ക് ഡൗട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. എങ്ങനെ പോലീസിൻ്റെ അടുത്ത് പറഞ്ഞു, പക്ഷേ അത് പോലീസ് നോക്കാമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. പിന്നെ എന്താ പറയുക, ഇന്നലെ രാത്രി കിടക്കാൻ നേരത്ത് ഈ അവിടെ ഇങ്ങനെ ഒരു പറമ്പത്താണ് ഞാൻ കിടന്നത്. അപ്പോൾ കുറേ പട്ടികളൊക്കെ ഉണ്ടായിരുന്നു അവിടെ. പട്ടികൾ വന്ന് കയറി ആ ടെൻറ്റും പോയി. ടെൻറ്റിൻ്റെ കമ്പി ഒടിഞ്ഞു. അപ്പോൾ മനസ്സിലാവുന്നില്ല ഇപ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കണേന്ന്. എന്തായാലും എന്താ പറയുക, വരുന്നത് വെച്ച് കാണാനുള്ള രീതിയിൽ അങ്ങനെ മുന്നോട്ട് വെച്ച് കാര്യം മുന്നോട്ട് തന്നെ. പിന്നെ നിങ്ങളൊക്കെ കൂടെ ഉണ്ടാവണേ. ഓക്കെ.